എത്ര മധുരമാവൻ നാമമേനിക്കു പാർക്കാൻ. എത്ര മധുരമാവൻ നാമമേനിക്കു പാർക്കാൻ. ഓർത്തുവരും തോറും ആദിമാഞ്ഞു പോകുന്നു. ഓർത്തുവരും തോറും ആദിമാഞ്ഞു പോകുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 10-ാം സങ്കീർത്തനം 12-ാം വാക്യം. യഹോവേ എഴുന്നേൽക്കണമേ, ദൈവമേ തൃക്കൈ ഉയർത്തണമേ, എളിയവരെ മറക്കരുത്. ദൈവമെന്ന കോടതിയുടെ മുൻപിൽ എളിയവരായ മനുഷ്യൻ ഒരു ഭാഗത്തും ദുഷ്ടത പ്രവർത്തിക്കുന്നവർ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ദൈവത്തോടുള്ള ഒരു വാദം പോലെയാണ് സങ്കീർത്തനക്കാരൻ ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ദുഷ്ടത ചെയ്യുന്നവരുടെ ജീവിതത്തെ ചില സാക്ഷ്യങ്ങൾ വെച്ച് പറഞ്ഞു തീർത്ത ശേഷം ദൈവത്തോട് സങ്കീർത്തനക്കാരൻ അപേക്ഷിക്കുകയാണ്, ദൈവമേ നീ ഒന്ന് എഴുന്നേൽക്കണം, അങ്ങ് ന്യായം പ്രവർത്തിക്കണം, അങ്ങയുടെ തൃക്കൈ ഉയർത്തി എളിയവരെ മറക്കാതെ എളിയവനെ ഒന്ന് സംരക്ഷിക്കണമേ. ഇന്ന് ക്രിസ്തു സഭയുടെ നിരന്തര പ്രാർത്ഥനയായി ഇത് മാറ്റപ്പെടണം. ദുഷ്ടത പെരുകുന്ന, എളിയവർ തള്ളപ്പെടുന്ന, അധർമ്മം പെരുകുന്ന ഈ കാലഘട്ടത്തിൽ ദൈവമക്കളായ നമ്മുടെ പ്രാർത്ഥന ഇതായി രൂപപ്പെടട്ടെ. പ്രതിസന്ധികളേറുമ്പോൾ, പ്രശ്നങ്ങൾ അതിരൂക്ഷമാകുമ്പോൾ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ എഴുന്നേൽക്കണമേ, നിന്റെ തൃക്കൈ ഉയർത്തി ഞങ്ങളെ മറക്കാതെ വിടുവിക്കണമേ. പ്രാർത്ഥിക്കാം. ദുഷ്ടതകളുടെ മധ്യത്തിൽ ദൈവമേ നിന്നോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. നിന്നിൽ അഭയം കണ്ടെത്തി പ്രതിസന്ധി പരിഹരിക്കുവാനുള്ള ശക്തി നൽകിയാട്ടെ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.